RSSനെ പിന്തുണച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അടിയന്തരാവസ്ഥ കാലത്ത് ചേർത്ത വാക്കുകളിലൂടെ ഭരണഘടനയുടെ ആത്മാവിനെ മാറ്റി. ഈ വാക്കുകൾ അൾസർ പോലെയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ ആമുഖത്തിലെ ഭേദഗതി ഭരണഘടനാ നിർമ്മാതാക്കളോടുള്ള വഞ്ചന എന്നാണ് ജഗദീപ് ധൻഖറുടെ പരാമർശം. We are, as a matter of fact, by these flash of words added during darkest period of constitution emergency, darkest period for the constitution of the country, and in the process, if you deeply reflect, we are giving wings to existential challenges. These words have been added as Nasur. Addition of these words in the preamble during emergency signal betrayal of the mindset of the framers of the constitution. It is nothing but belittling. ബൽറാം നെടുങ്ങാടിയുടെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, നേരത്തെ കേന്ദ്രമന്ത്രിമാർ സമാനമായ രീതിയിൽ ശിവരാജ് സിംഗ് ചൌഹാന്റെ ഒക്കെ ആവശ്യം നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഉപരാഷ്ട്രപതിയും വിവരങ്ങൾ. ബൽറാം. ഉന്മേഷ്, ഭരണഘടനാ ആമുഖത്തിലെ സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ നീക്കം ചെയ്യണം എന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ വാക്കുകളെ, അഭിപ്രായത്തെ പിന്തുണച്ച കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. പ്രധാനമായും ഇവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിച്ചത് അടിയന്തരാവസ്ഥ കാലത്താണ് ഈ രണ്ട് വാക്കുകളും ഭരണഘടനാ ആമുഖത്തിൽ ചേർത്തത് എന്നുള്ളതാണ്. ഇക്കാര്യത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടനാ ആമുഖം ഒരു കാരണവശാലും മാറ്റാൻ കഴിയില്ല, എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്തി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ചേർത്ത ഈ വാക്കുകൾ, സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആത്മാവിനെ മാറ്റി എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഈ വാക്കുകൾ അൾസർ പോലെയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ ആമുഖത്തിലെ ഭേദഗതി ഭരണഘടനാ നിർമ്മാതാക്കളോടുള്ള വഞ്ചനയാണ് എന്നും അവരെ അവഹേളിക്കലാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർച്ചയായുള്ള അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ വിവാദം തുടരുന്നതിനിടെയാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ തന്നെ ഈ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.